നിന്ന് ഒരു പുതിയ താരം കൂടി IPL സീസണിൽ അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ്. കേരള ക്രിക്കറ്റിലും ദേശീയ ക്രിക്കറ്റിലും ഒറ്റ ദിവസം കൊണ്ട് ചർച്ചയായിരിക്കുകയാണ് പെരിന്തൽമണ്ണ സ്വദേശിയായ 23-കാരൻ വിഘ്നേഷ് പുത്തൂർ. IPL താരലേലത്തിൽ അപ്രതീക്ഷിത എൻട്രിയായിരുന്നു വിഘ്നേഷിൻ്റേത്. പെരിന്തൽമണ്ണ സ്വദേശിയാണ് 23-കാരനായ വിഘ്നേഷ് പുത്തൂർ. ലേലത്തിലെ അപ്രതീക്ഷിത എൻട്രിയായിരുന്നു വിഘ്നേഷിൻ്റേത്. ഇടംകയ്യൻ സ്പിൻ ബൗളറായ വിഘ്നേഷിനെ അടിസ്ഥാന വിലയായ 30 ലക്ഷം രൂപ നൽകിയാണ് മുംബൈ ടീമിലെത്തിച്ചത്. പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിൽ MA ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ്. സന്തോഷം. അച്ഛനമ്മ താങ്ക്സ് ആണ്. അവർ കാരണം മെയിനായിട്ട് ഇപ്പോൾ വീട്ടിലാണ് സപ്പോർട്ട് ചെയ്യുന്നു. പഠിത്തത്തിന് അത്ര കോൺസെൻട്രേഷൻ കുഴപ്പമൊന്നുമില്ല. അവർക്ക് അങ്ങനെ കളിച്ചാൽ മതി ആ ഒരു മൈൻഡിലായിരുന്നു. അപ്പോൾ അതങ്ങനെ സപ്പോർട്ടായിരുന്നു. പിന്നെ ഒപ്പം കളിച്ച ഫ്രണ്ട്സ് ആയാലും ഫാമിലി, പിന്നെ കോച്ചസ്, പിന്നെ ഷെരീഫേട്ട ആൾ കാരണമാണ് ക്രിക്കറ്റ് തുടങ്ങിയത്. അപ്പോൾ അടുത്ത താങ്ക്സ് പറയണു. അങ്ങനെ എല്ലാം കാരണം. നമ്മൾ എത്ര വയസ്സിലാണ് ക്രിക്കറ്റ് തുടങ്ങിയത്? ഞാൻ 11 വയസ്സിൽ. പ്രചോദനം നാട്ടിൽ എല്ലാവരും ഒരുമിച്ച് കളിക്കുന്ന ഒരു സീസണൽ ഗെയിം ആയിരുന്നു ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അതിൻ്റെ ഇവിടെയാണ് പ്രാക്ടീസിങ് കളിക്കുക. ഇവിടെ ജോഡോസ് ക്ലബിലാണ് കുറച്ച് കാലമായിട്ട്. ആരാണ് കൂടുതൽ അച്ഛനാണ് അമ്മ? രണ്ടുപോലെ. അച്ഛൻ പിന്നെയും ചെറുപ്പത്തിലൊക്കെ കളിക്കാൻ കൊണ്ടുപോകാറും ഇപ്പം കളിക്കും. ചിലപ്പോൾ ആ ടൈമിൽ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ. അച്ഛൻ കുറച്ച് എഫേർട്ട് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഒന്നാമത് ചൈനമനായ കുറച്ച് റയർ ബോളിംഗ് ആണ്, അത് വലിയ ഫാക്ടറാണ്. പിന്നെ പോയിട്ട് വലിയ വർക്കാണ് ചെയ്യാൻ പറ്റിയ അവിടെ പോയിട്ട്. അപ്പം ഇഷ്ടപ്പെട്ട് അവർ ലിസ്റ്റിലെടുത്തായിരിക്കും മിക്കവാറും. ടീമെ കിട്ടുന്ന ഒട്ടും പ്രശ്നമായിരുന്നില്ല. ഭാഗ്യം അല്ലേ. പെരിന്തൽമണ്ണയിലെ ഓട്ടോ ഡ്രൈവറായ സുനിൽ കുമാറിന്റെയും വീട്ടമ്മയായ KP ബിന്ദുവിന്റെയും മകനായ വിഘ്നേഷിന് ക്രിക്കറ്റിൽ പാരമ്പര്യങ്ങളൊന്നും പറയാനില്ല. കേരളത്തിനായി അണ്ടർ 14, 19, 23 വിഭാഗങ്ങളിൽ കളിച്ചു. ഇതുവരെ കേരള സീനിയർ ടീമിന്റെ ജേഴ്സി അണിഞ്ഞിട്ടില്ല. അതിനു മുമ്പാണ് IPL ഭാഗ്യം തേടിയെത്തിയത്. പ്രഥമ ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന്റെ താരമായിരുന്നു. ട്രയൽസ് നന്നായി ചെയ്തെങ്കിലും ടീമിലെത്തുമെന്ന് കരുതിയില്ലെന്ന് വിഘ്നേഷ് പറഞ്ഞു. പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയവും ജോളി റോവേഴ്സ് ക്ലബ്ബുമാണ് വിഘ്നേഷിന്റെ ക്രിക്കറ്റർ എന്ന ഗ്രാഫ് ഉയർത്തിയത്. ജീവിതത്തിൽ മകന്റെ വലിയൊരാഗ്രഹം സാധ്യമായതിൽ അച്ഛനും അമ്മയും ഏറെ സന്തോഷത്തിലാണ്. ഇനി രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കൊപ്പമാകും വിഘ്നേഷ് കളിക്കുക. ഒക്ടോബർ 1, 2, 18 തീയതികളിലായി മുംബൈയിൽ ട്രയൽസ് നടന്നെങ്കിലും ഒരിക്കലും IPL ലേലത്തിൽ തന്റെ താരമൂല്യം വിഘ്നേഷ് പ്രതീക്ഷിച്ചിരുന്നില്ല. ആലപ്പി റിപ്പിൾസിനായി പുറത്തെടുത്ത മിന്നും പ്രകടനം മുംബൈ ഇന്ത്യൻ ടീമിന്റെ സ്കൗട്ടുകളുടെ ശ്രദ്ധയിലെത്തിയതാണ് വഴിത്തിരിവായത്. തുടർന്നാണ് മുംബൈ ഇന്ത്യൻസിലേക്ക് ട്രയൽസിനായി വിളിക്കുന്നത്. പ്രമുഖരായ പലരും പരിഗണിക്കപ്പെടാതെ പട്ടികയ്ക്ക് പുറത്തായ ഘട്ടത്തിൽ തന്റെ പേര് വിഘ്നേഷ് സ്വപ്നം പോലും കണ്ടില്ല. ശ്രീലങ്കയുടെ ഇതിഹാസ താരം ജയവർദ്ധനെ, IPL സൂപ്പർ താരം പൊളാർഡ്, മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവർക്ക് മുന്നിലായിരുന്നു ട്രയൽസ്. ഒരു തവണ ട്രയൽസിന് ശേഷം ഹാർദിക് പാണ്ഡ്യ നേരിട്ട് അഭിനന്ദിച്ചു. ന്യൂസ് കേരള .live